ക്രിസ്മസ് എക്സാമിന് ഉറപ്പുള്ളൊരു ചോദ്യമാണ് ഡിസ്ക്രൈബ് ദ പിക്ചർ. കാരണം കഴിഞ്ഞ വർഷങ്ങളിലും കഴിഞ്ഞ ഓണം എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. മോഡൽ പുതിയ പാറ്റേണിലും ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. സോ ഇനി വരുന്ന ക്രിസ്മസ് എക്സാം നിങ്ങൾ എഴുതാൻ പോകുന്ന ക്രിസ്മസ് എക്സാമിലും അതുപോലെ തന്നെ ആനുവൽ എക്സാമിലും ഉറപ്പായിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. സോ ഇതുപോലത്തെ വീഡിയോ ഇനി നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ നമ്മുടെ മാരത്തോൺ ഒന്ന് മിസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ അവസാനം വരെ കണ്ടിരിക്കുക. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ ക്രാക്ക് ചെയ്യണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു തരാം. ഈ ഒരൊറ്റ വീഡിയോയോട് കൂടി അത് സെറ്റ് ആവാൻ പോവാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. നമ്മുടെ പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് തന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു ചിത്രം കൊടുത്തിട്ട് അതിൽ പിന്നെ എന്തൊക്കെയാണെന്നുള്ളത് വിശദീകരിക്കാൻ വേണ്ടത്. അത് എങ്ങനെയാണത് ക്രാക്ക് ചെയ്യേണ്ടതെന്നുള്ള കുറച്ച് ടിപ്സ് ആണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇത് ആൻസർ ചെയ്യേണ്ടത് വെച്ചാൽ എങ്ങനെയാണ് ആക്ച്വലി ഇതിന് അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ നന്നായിട്ട് ചിത്രം ഒബ്സർവ് ചെയ്യാം. നന്നായിട്ട് വാച്ച് ചെയ്യാം. എന്തൊക്കെ സാധനങ്ങൾ അതിലുണ്ട്, അതിൽ എന്തൊക്കെ എലമെന്റ് ഉണ്ട്. ലുക്ക് അറ്റ് ഇറ്റ്. ഹൂ ഈസ് ദർ? ആരാണ് ആ ചിത്രത്തിലുള്ളത്? ആൻഡ് വാട്ട് ദേ ആർ ഡൂയിങ്? അവരെന്താണ് ചെയ്തത്? ഈ ചിത്രം കണ്ടു കഴിഞ്ഞാൽ അതിലാരാണുള്ളത്, അത് അവരെന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിലതിൽ ചിത്രം ഉണ്ടാവില്ല, അല്ല ആൾക്കാരുണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യണം? ആൻഡ് വാട്ട് ദേ ആർ വെയറിങ്? അവർ എന്ത് ഡ്രസ്സാണ് ധരിക്കുന്നത്. ആൻഡ് വാട്ട് ഒബ്ജക്ട് യു ക്യാൻ സീ? ഇതിൽ എന്ത് ഒബ്ജക്റ്റ് ആണുള്ളത്, ഇതിൽ എന്ത് ഒബ്ജക്റ്റ് ഒക്കെയാണ്, എന്ത് വസ്തുക്കളാണ് ഉള്ളത്, അത് പറയാം. ആൻഡ് 1-2 സെന്റൻസ് ആ ജനങ്ങളെ പറ്റിയിട്ടും അതിലുള്ള ആൾക്കാരെ പറ്റിയിട്ടും അവരുടെ ലുക്കിനെ പറ്റിയിട്ടും അവരുടെ ഐഡന്റിറ്റിയെ പറ്റിയിട്ടും ഇവർ ലുക്ക് ഏതാണ് അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനിലാണ് എന്നുള്ളതൊക്കെ എഴുതാൻ പറ്റും. മാത്രമല്ല നമുക്ക് ചാപ്റ്റർ കണക്ട് ചെയ്യേണ്ടതുണ്ട്, അതിലേക്ക് വരുന്നുണ്ട്. ആൻഡ് റൈറ്റ് 1-2 സെന്റൻസ് അബൌട്ട് ദ ആക്ഷൻ, സേ വാട്ട് ഈസ് ഹാപ്പനിങ്, സിസ്റ്റം വർക്ക്. അതായത് അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇത് ഏത് സിറ്റുവേഷനിലാണുള്ളത്, അതുപോലെ തന്നെ ഇവരെന്താണ് ചെയ്യുന്നത്, പേപ്പർ എന്താക്കിക്കൊണ്ടിരിക്കുകയാണ്, വീട്ടിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തുടങ്ങിയുള്ള കാര്യങ്ങൾ അതിൽ മെൻഷൻ ചെയ്യുക. ആൻഡ് 4th one, കണക്ട് ടു ദ ലെസൺ ഓർ സ്റ്റോറി. നമ്മുടെ ചാപ്റ്ററുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യുക. ഈ നമ്മുടെ ചാപ്റ്ററിൽ ഈ സിറ്റുവേഷനിലാണ് ഇത് ഉണ്ടായിട്ടുള്ളത് എന്ന് പറയാൻ പറ്റും. ആഡ് 1 ലൈൻ ലിങ്കിങ് ടു ദ ചാപ്റ്റർ. ഏതെങ്കിലും ഒരു ലൈൻ എന്താക്കുക, നമ്മുടെ ചാപ്റ്ററുമായിട്ട് കണക്ട് ചെയ്യുന്ന സംഭവം കൊടുക്കുക. ഇനിയിപ്പോൾ ചിലപ്പോൾ ചാപ്റ്ററുമായിട്ട് റിലേറ്റഡ് അല്ലാത്തൊരു ചിത്രമാണെങ്കിൽ അത് വേണമെന്നില്ല കേട്ടോ. ഓക്കെ, കീപ് സെന്റൻസ് ഷോർട്ട് ആൻഡ് ക്ലിയർ. ഓക്കെ, ചെറിയ കുഞ്ഞു സെന്റൻസ് മതി. വലുതാക്കി ചെറിയൊരു കാര്യത്തിനെ വലുതാക്കി വിശദീകരിക്കേണ്ട. അപ്പോൾ ഒരു ചിത്രത്തിൽ എന്തുണ്ട്, ഇവിടെ ഒരു വയസ്സാളുണ്ട്, അയാൾ ഭയങ്കര ടയേർഡാണ്, അയാൾ ഇന്ന് വൈകുന്നേരം ചായ കുടിച്ചില്ല, അങ്ങനെ ഓവർ വിശദീകരിച്ച് പോകണമെന്നില്ല. ആൻഡ് അവോയ്ഡ് ബിഗ് കോംപ്ലക്സ് സെന്റൻസ്. അതാണ് നമ്മൾ പറഞ്ഞ തോന്നെ വിശദീകരിക്കേണ്ട കോംപ്ലക്സ് സെന്റൻസ് ഒക്കെ ഒഴിവാക്കുക. സിമ്പിൾ വേർഡ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുക. ഓക്കെ, പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുക. സിമ്പിൾ പ്രസന്റ് എന്നില്ല, പ്രസന്റ് കണ്ടിന്യൂസ് ആയാലും പ്രസന്റ് പെർഫെക്റ്റ് ആയാലും പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുക. പിന്നെ പിക്ചേഴ്സ് ഡിസ്ക്രിപ്ഷൻ ആർ യൂഷ്വലി റിട്ടൺ ഇൻ പ്രസന്റ് ടെൻസിലാണ് ഇത് പൊതുവെ യൂസ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുക. ദേ ആർ ഷോയിങ്, ഹി ഒബ്സർവ്സ് തുടങ്ങിയുള്ള വാക്കുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട്. ആൻഡ് ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു മെസ്സേജോ ഇട്ടുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. റൈറ്റ് 1 ലൈൻ ദാറ്റ് ഷോസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ സീൻ. ഈ സീനിന്റെ ഇമ്പോർട്ടൻസിനെ മനസ്സിലാക്കി കൊടുക്കുന്ന എന്തെങ്കിലും ഒരു ഐഡിയ അവസാനം പറഞ്ഞു കൊടുക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഒരു എക്സാമ്പിൾ വേണ്ടേ? നമ്മുടെ എൻജിൻ ട്രബിളുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ഒരു ചിത്രം തന്നിട്ട് നിങ്ങളോട് ഡിസ്ക്രൈബ് ദ പിക്ചർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ 4 മാർക്കിനാണ് ചോദിക്കാറുള്ളത്. റീഡ് ദ പിക്ചർ ഗിവൺ ബിലോ, പ്രിപ്പയർ എ പാരഗ്രാഫ് ഡിസ്ക്രൈബ് ദ പിക്ചർ ഇൻ ദ ലൈറ്റ് ഓഫ് യുവർ റീഡിംഗ് ഓഫ് ദ ലെസൺ ദ എൻജിൻ ട്രബിൾ. എൻജിൻ ട്രബിളിന്റെ ആ ഒരു ചാപ്റ്റർ വായിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ ചിത്രം നിങ്ങളോട് വിശദീകരിക്കാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതൂ എന്നുള്ളത് നമുക്ക് നോക്കാം. സോ സെറ്റ് ആക്കാം. ഓക്കെ, പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇതിന്റെ ആൻസറിലേക്ക് വരികയാണ്. നമ്മുടെ എൻഡ് ഗെയിം ബാച്ച് ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ എൻഡ് ഗെയിം ബാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആനുവൽ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ എൻഡ് ഗെയിം ബാച്ചിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് കിടിലൻ ഓഫേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എൻഡ് ഗെയിം ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ 9995 400 800. എടാ, നിങ്ങൾക്ക് 8ാം ക്ലാസ്സിൽ രണ്ടാമത് എക്സാം എഴുതേണ്ട ഒരു സിറ്റുവേഷൻ വരാനുണ്ട്. ആനുവൽ എക്സാമിനുള്ള മാർക്ക് നോക്കിയിട്ട്. അപ്പോൾ ആനുവൽ എക്സാം സെറ്റ് ആക്കണമെങ്കിൽ നിങ്ങൾക്ക് എൻഡ് ഗെയിം ബാച്ച് ഉണ്ട്. നിങ്ങൾക്ക് 1ാമത്തെ ചാപ്റ്റർ മുതൽ അവസാനത്തെ ചാപ്റ്റർ വരെയുള്ള കംപ്ലീറ്റ് റിവിഷനുമാണ് ഈ ഒരു എൻഡ് ഗെയിം ബാച്ചിൽ നിങ്ങൾ ലഭ്യമാകുന്നത്. സോ ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി, അല്ലെങ്കിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ അതിലുണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, സെറ്റ് ആണല്ലോ. ഓക്കെ, നോക്കി ആൻസർ. ദ പിക്ചർ ഷോസ് ദ റോഡ് എഞ്ചിൻ ബീങ് പുൾഡ് ബൈ ദ ടെമ്പിൾ എലിഫന്റ്. ഈ ചിത്രത്തിൽ എന്താ കാണുന്നത്? ടെമ്പിൾ എലിഫന്റ് എന്താക്കാണ്? ടെമ്പിൾ എലിഫന്റ് ഈ ഒരു റോഡ് റോളറിനെ
എന്താക്കാണ് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. വെൽ ജോസഫ് സ്റ്റിയേഴ്സ് ഇറ്റ്. ആരാ ഡ്രൈവർ? ജോസഫ് ആണ് അല്ലേ? ഓക്കെ, ജോസഫ് എന്തായിരുന്നു? പഴയ ഒരു റിട്ടയർഡ് ബസ് ഡ്രൈവർ ആണ്. മെനി കൂലീസ് ആർ പുഷിംഗ് ഫ്രം ബിഹൈൻഡ്. ബാക്കിൽ നിന്ന് കുറെ കൂലീസ് ഉണ്ടാക്കുന്നുണ്ട്, തള്ളിക്കൊടുക്കുന്നുണ്ട് അല്ലേ? ഒക്കെ പൈസക്ക് വിളിച്ചതാണ് അല്ലേ? ആൻഡ് ട്രൈങ് ടു മൂവ് ദ ഹെവി മെഷീൻ. ഈ ഒരു ഹെവി മെഷീൻ മൂവ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വിശദീകരിക്കണമെങ്കിൽ അത് കൂലീസ് ആണെന്നും ജോസഫ് ആണെന്നൊക്കെ അറിയണമെങ്കിൽ ചാപ്റ്റർ നന്നായിട്ട് പഠിക്കണം. യെസ്, എ ബിഗ് ക്രൗഡ് ഹാസ് ഗാതേർഡ് ടു വാച്ച് എ സീൻ. ആ സീൻ കാണാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ അവിടെ കൂടിക്കുന്നുണ്ട്. ദിസ് പിക്ചർ ഈസ് ഫ്രം ദ സ്റ്റോറി എൻജിൻ ട്രബിൾ. നമ്മൾ പറഞ്ഞത് ചാപ്റ്ററുമായിട്ട് കണക്ട് ചെയ്യാണ്. എൻജിൻ ട്രബിൾ എന്നുള്ള ചാപ്റ്റർ എന്നാണ് ഈ സ്റ്റോറിയിൽ നിന്നാണ് ഈ ഒരു സീന്. വേർ ദ നെറേറ്റർ സ്ട്രഗിൾസ് ടു ഷിഫ്റ്റ് ദ എൻജിൻ ഫ്രം ജിംഖാന ഗ്രൗണ്ടിൽ നിന്ന് ആ ഒരു എൻജിനെ മാറ്റാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആണെന്ന് ആ സിറ്റുവേഷനും പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് നമ്മൾ എന്താക്കുന്നത്, ഇത് അവസാനിപ്പിച്ചിട്ടുള്ളത്. സോ ഇങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്. വലിയ ലെങ്ത് ഒന്നുമില്ല, ഒരു കുറഞ്ഞ ഒറ്റ സെന്റൻസ് മതി. പക്ഷെ അത് കറക്റ്റ് സാധനമായിരിക്കണം. എക്സ്ട്രാ കുറേ പറയുന്നുണ്ടെങ്കിൽ പിന്നെ എക്സ്ട്രാ അത് ആ ചിത്രത്തിലുള്ള ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്, അതിനെപ്പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ കൂടുതൽ പറയുകയാണെങ്കിൽ കുറച്ചുകൂടി എഴുതാം. ബട്ട് ഇത്ര കുറച്ച് എഴുതിയിട്ട് കറക്റ്റ് കോർ പോയിന്റ് മാത്രം എന്നായിരിക്കും നല്ലത്. അപ്പോൾ ഇത് സെറ്റ് ആണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ആവശ്യമുണ്ടെങ്കിൽ, അതിനെപ്പറ്റി ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്താക്കുക, അത് കമന്റ് ബോക്സിൽ അറിയിക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോരുത്. അവരോടൊക്കെ ജസ്റ്റ് ഇത് കണ്ടിട്ട് ഈ ഒരു 4 മാർക്ക് സ്വന്തമാക്കാൻ പറയാം. അപ്പോൾ ഇതുപോലത്തെ മറ്റൊരു ലൈവുമായിട്ട് അല്ലെങ്കിൽ മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ബൈ.